ശ്രീരാമചന്ദ്രസ്വാമിയെ യുവരാജാവായിട്ട് അഭിഷേചിക്കാനുള്ള തീരുമാനം ദശരഥ മഹാരാജാവ് എടുക്കുകയാണ്. വസിഷ്ഠനോട് എല്ലാ ഒരുക്കങ്ങളും നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. സുമന്ത്രരോട് പറഞ്ഞു, വസിഷ്ഠൻ പറയണത് മാതിരി കാര്യങ്ങളൊക്കെ ചെയ്യണം. എൻ്റെ പുത്രനായിട്ടുള്ള രാമന് ഏറ്റവും ശുഭമായിട്ടുള്ള മുഹൂർത്തത്തിൽ തന്നെ അഭിഷേകം നടത്തണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരൊറ്റ ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 പുത്രന്മാർ, ഭരതൻ, ശത്രുഘ്നൻ, ഈ 2 പേരും സ്ഥലത്തില്ല. കേകയ രാജ്യത്ത് അവർ പോയിട്ടാണുള്ളത്, മാതുലൻ്റെ നാട്ടിൽ പോയിട്ടാണുള്ളത്. ആ സമയത്ത് അദ്ദേഹം വിചാരിച്ചു, ശുഭമായിട്ടുള്ള മുഹൂർത്തം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം, അവരുടെ അസാന്നിധ്യത്തിൽ തന്നെയാണ് വെച്ചാലും അഭിഷേകം നടത്താം എന്നുള്ള തീരുമാനത്തിലെത്തി. ഇപ്പോൾ ജനങ്ങളാകെ സന്തോഷത്തിലാണ്. കാരണം അവരെ സംബന്ധിച്ച് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള അഭിരാമനായിട്ടുള്ള രാമൻ തങ്ങളുടെ സിംഹാസനത്തിലിരിക്കുകയാണ്. ജനങ്ങളെ സംബന്ധിച്ച് മറ്റൊരു സന്തോഷം വേറെയില്ല, ഇതിൽ പരൊരു സന്തോഷമില്ല. അവരൊക്കെ ആഹ്ലാദത്തിലാണ്. അതിൽ എഴുത്തച്ഛൻ പ്രയോഗിക്കുന്നൊരു വാക്കുണ്ട്, ഈ രാത്രിയാവുന്ന രാക്ഷസി കടന്നു പോകുന്നില്ലല്ലോ എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് കഴിഞ്ഞ അധ്യായങ്ങളിൽ ഭഗവാന്റെ ഗുണഗണങ്ങൾ പറയുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഭഗവാനെ ആ ഈശ്വരീയമായിട്ടുള്ള ഭാവത്തിൽ ചിന്തിക്കുന്നതോടൊപ്പം മനുഷ്യനായിട്ട് ഭരണാധികാരിയായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും വളരെ പ്രജകളോട് ഏറ്റവും താല്പര്യത്തോടെ ഏറ്റവും ധാർമ്മികമായിട്ട് ഇടപെട്ടിട്ടുള്ള ഭരണാധികാരികളുടെ ആ പട്ടികയിൽ ഒന്നാമനാണ് ഭഗവാൻ. കാരണം പ്രജകൾക്ക് ഭഗവാനോടുള്ള ആ സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഭരണനൈപുണിയുടെ ലക്ഷണം. ഭഗവാനെ തങ്ങളുടെ യുവരാജാവായിട്ട് അഭിഷേചിക്കാനുള്ള തീരുമാനം അറിഞ്ഞപ്പോൾ ജനങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ആ ആഹ്ലാദം അതിൻ്റെ തെളിവാണ്. അവരെല്ലാവരും ആഹ്ലാദത്തിലാണ്. ആ സമയത്ത് ഒരാളുടെ ഉള്ളിൽ ദുഃഖമുണ്ട്, ഭയമുണ്ട്. കൗസല്യ, ആ മാതാവ് ചിന്തിക്കുന്നത് കൈകേയി എങ്ങനെയെങ്കിലും ഇത് മുടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ദേവിയോടൊക്കെ പ്രാർത്ഥിച്ചു, എൻ്റെ പുത്രനെ നല്ലത് വരുത്തണം. ഈ സമയത്താണ് കൈകേയിയുടെ അന്തഃപുരത്തിൽ കൈകേയി നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണില്ല. ഇതെന്താണ് നടക്കണത്, എന്തിനു വേണ്ടിയിട്ടാണ് നടക്കണത് ഒന്നും അറിയണില്ല. അലങ്കാരങ്ങളൊക്കെ കണ്ടപ്പോഴും മന്ധരയോട് ചോദിച്ചു, എന്താ ഈ അലങ്കാരങ്ങൾക്ക് കാരണം, എന്താ പുറത്ത് നടക്കണത്? അപ്പോഴും മന്ധര പറഞ്ഞു, പുറത്ത് രാമന് അഭിഷേകം നടത്താനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്, നീ ഇങ്ങനെ കടന്നോ, മൂഢയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കടന്നോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴും ചാടി എഴുന്നേറ്റ് തൻ്റെ വളരെ വിലപിടിപ്പുള്ള ഒരു പാദസരം മന്ധരയ്ക്ക് അഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, രാമൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, ഭരതനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ രാമനെയാണ്. ആലോചിച്ച് നോക്കുക, അങ്ങനെ പറഞ്ഞ കൈകേയി തനിക്ക് കിട്ടിയിട്ടുള്ള വരം ഉപയോഗിച്ചിട്ട്, പണ്ട് കിട്ടിയിട്ടുള്ള 2 വരങ്ങൾ ഉപയോഗിച്ച് ഭഗവാനെ കാനനത്തിലേക്ക് അയക്കാൻ തയ്യാറായി. അതാണ് ഒരു വ്യക്തിയുടെ വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾ മറ്റൊരു വ്യക്തിയുടെ മനസ്സിനെ എപ്രകാരമാണോ വിഷമയമാക്കി മാറ്റുന്നത് എന്ന് വ്യക്തമായിട്ട് മന്ധരയുടെ ഭാഗത്ത്, മന്ധരയുടെയും കൈകേയിയുടെയും സംഭാഷണത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാം. മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കണം. മനസ്സ് ശുദ്ധമാവാനുള്ള ഒരേ ഒരു മാർഗം അവിടെ ഭഗവാനെ കുടിയിരുത്തുക എന്നുള്ളതാണ്. ശ്രീരാമചന്ദ്രസ്വാമി അവിടെ കുടിയിരുത്തുക. ഒരു മന്ധരയുടെ വാക്ക് കേട്ടിട്ട് കൈകേയി ഭഗവാനെ കാനനത്തിലേക്ക് അയക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. തൻ്റെ ക്രോധാലയത്തിൽ വെറും നിലത്ത് കടന്നു. ഈ പദ്ധതികളൊന്നും അറിയാണ്ടാണ് ദശരഥ മഹാരാജാവ് വന്ന് കയറുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രോധാലയം എന്നുള്ള സങ്കല്പമാണ്. ക്രോധത്തിലിരിക്കുന്ന ഒരു വ്യക്തി, ക്രോധാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും തെറ്റാണ് എന്നുള്ള ബോധം അന്നത്തെ ജനതയ്ക്കുണ്ട്. കാരണം അവിടെ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ക്രോധമാണ്. ആ സമയത്ത് അവർ പുറം ലോകമായിട്ട് ബന്ധമില്ലാണ്ട് ക്രോധാലയത്തിലിരിക്കണം എന്നുള്ളതാണ് സങ്കല്പം. ഈ സങ്കല്പങ്ങളൊക്കെ മറന്ന്, ധർമ്മത്തെ മുഴുവൻ മറന്ന്, ആ പത്നിയോടുള്ള സ്നേഹാധിക്യം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ക്രോധാലയത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പറയുന്ന എന്താവശ്യവും ഞാൻ നടത്തിത്തരും. അപ്പോഴാണ് കൈകേയി തൻ്റെ അവസരം പ്രയോഗിക്കുന്നത്. തനിക്ക് പണ്ട് കിട്ടിയിട്ടുള്ള ആ 2 വരങ്ങൾ ഇപ്പോഴും വേണം. രാമനെ 14 കൊല്ലം കാട്ടിലയക്കണം, എൻ്റെ മകനായിട്ടുള്ള ഭരതന് രാജ്യം കൊടുക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദശരഥൻ വീണു. മുന്നും പിന്നും നോക്കാണ്ട് കൊടുത്തിട്ടുള്ള ആ വാക്ക് ദശരഥൻ്റെ ജീവനാണ് വിലയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വാക്കുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറയും, സൂക്ഷിക്കുക എന്ന് പറയും. വാക്ക് അഗ്നിയാണ് എന്ന് ആചാര്യന്മാർ പറയാം. അതുകൊണ്ട് അതിനെ വളരെ ശ്രദ്ധയോടെ ഈശ്വരാർപ്പണത്തോടെ വാക്കുകൾ പ്രയോഗിക്കുക. ഇന്നത്തെ അധ്യായത്തിൽ വാക്കുകൾ സദാ ധാർമ്മികമാവാൻ വേണ്ടിയിട്ട്, സദാ സത്യം നാക്കിൽ സ്ഫുരിക്കാൻ വേണ്ടിയിട്ട്, സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രസ്വാമിയെ സദാ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. ഹരി ഓം തത്സത്.